എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിജയ് ആകപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ വിജയ്ക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചതിനെതിരെയാണ് വിജയ്ക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം. നമസ്കാരം. തമിഴിലെ സൂപ്പർ താരമായ നടൻ വിജയ്ക്കെതിരെ തമിഴ്നാട്ടിലെ ഒരു മുസ്ലിം സംഘടന കേസ് കൊടുത്തിരിക്കുകയാണ്. തമിഴ് സുന്നത്ത് ജമാഅത്ത് എന്ന സംഘടനയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. കാരണം നടൻ വിജയ് അവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന തരത്തിലാണ്, അവരുടെ മത ആചാരം തെറ്റായ രീതിയിൽ അനുഷ്ഠിച്ചു എന്ന തരത്തിലൊക്കെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് അത് അറിയിക്കുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലിം ഒന്നും അല്ല, അദ്ദേഹം മറ്റൊരു മതസ്ഥനാണ്. പക്ഷെ കഴിഞ്ഞ 10-17 വർഷമായിട്ട് അദ്ദേഹം നോമ്പ് തുറക്കുകയും ഇഫ്താർ വിരുന്നൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിച്ച് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രീണാപ്പിന്റെ ഭാഗമോ അല്ലെങ്കിൽ വോട്ട് കിട്ടാനൊക്കെ ബാക്കിയുള്ള മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്ന അതേ ട്രിക്ക് തന്നെ അദ്ദേഹം പയറ്റാൻ നോക്കിയതാണ്. അങ്ങനെ അദ്ദേഹം ഇഫ്താർ വിരുന്നു സംഘടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു, കുറേ വർഷമായിട്ട് ഇദ്ദേഹം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നതൊന്നും ഇന്ന് ആദ്യമായിട്ടൊന്നും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. ഒരുപാട് നാളുകളായിട്ട് 10-17-11 വർഷമായിട്ട് ഇദ്ദേഹം എല്ലാ വർഷവും ഈ നോമ്പ് സമയത്ത് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുകയും അതിലൊരു ഭാഗമായി തീരുകയും ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് കുറച്ചധികം ആളുകൾ വിശ്വസിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായത് ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുകൊണ്ട് മാത്രമല്ലേ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10-17-11 ചില മാധ്യമങ്ങൾ 17 എന്ന് പറയുന്നു, ചിലർ 11 എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇദ്ദേഹം ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തപ്പോൾ അതിനെതിരെ വിമർശിക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും ആരും തയ്യാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ കുറേ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതാവുകയും കേസ് വരെ കൊടുക്കാനുള്ള ഇതിലേക്ക് വന്നതും തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടതും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ബാക്കി നമുക്ക് കേട്ടിട്ട് പറയാം. വിരുന്നിൽ പോയി പങ്കെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ സാധാരണഗതിയിൽ അതിനെപ്പറ്റി അറിയാത്ത ആളുകൾ, അതായത് എങ്ങനെ നിസ്കരിക്കണം, എന്താണ് പ്രാർത്ഥന, ഇതിനെപ്പറ്റി അറിയാത്ത ആളുകൾ മാറി നിൽക്കുക, അതിൽ പങ്കുകൊള്ളുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ട് വിജയ് അവരുടെ ഒപ്പം നിന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം ഒരുപക്ഷെ ഇതിനു മുമ്പ് ഒന്ന് പരിശീലിച്ച് നോക്കിയാണ്. പക്ഷെ അദ്ദേഹം തെറ്റായ രീതിയിലാണ് നിസ്കരിക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം ജോസഫ് വിജയാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം ഇതാണ് പ്രശ്നം. ഇത് എവിടെയും എല്ലാവരുടെയും മതങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, ഇദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് വിജയ് എന്ന് ആണ്. അറിയാത്ത രീതിയിൽ തെറ്റായ രീതിയിൽ നിസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നേരത്തെ പരിശീലനം കിട്ടിയിട്ടുണ്ടാവും എന്നും പറയുന്നുണ്ട്. അതേക്കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയില്ല. പക്ഷേ ഒരാൾ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊപ്പം അവരിൽ ഒരാളായി നിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അത് അതായത് ഈ പറയുന്ന ഇസ്ലാം മതത്തിലുള്ളവരാണ് അത് തീരുമാനിക്കേണ്ടത്. അത് എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇതിനു മുമ്പ് വന്ന വീഡിയോകളിലൊക്കെ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ വിമർശിച്ചും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തും ഒക്കെ രംഗത്ത് ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു കാര്യം വരുമ്പോൾ രണ്ട് പക്ഷവും ചേരും, എല്ലാവരും രണ്ട് രീതിയിൽ സംസാരിക്കുന്ന ആളുകളും ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു പ്രവൃത്തിയിൽ എല്ലാവർക്കും കൂടുതൽ ആ ഒരു വിദ്വേഷം വരാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ആദ്യം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും ഇല്ലെങ്കിലും അയാളിപ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇനി ഇദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ഒരു ആനയെ മേടിച്ച് കൊടുത്താൽ പോലും ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിക്കും ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടതെന്ന്. അവർക്ക് മാത്രമേ അവർ വോട്ട് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ വിജയ് എന്തെങ്കിലുമൊക്കെ കയ്യയച്ച് സഹായിച്ചു എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ആരും പെട്ടെന്ന് രാഷ്ട്രീയം മാറി മറുകണ്ഠം ചാടാനൊന്നും ആരും തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാരണം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് ഒരാൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് കരുതിയിട്ടൊന്നും ആരും അത് വിട്ട് നേരെ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനി നമുക്ക് ബാക്കി ഈ ഇദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം. മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയാണ് ക്രിസ്ത്യാനികളൊക്കെ ചെയ്തത്. പക്ഷേ മുട്ടുകുത്തിയാണെങ്കിലും മറ്റൊരു രീതിയിലാണ് മുസ്ലിങ്ങളുടെ നിസ്കാരവും മറ്റും. പക്ഷേ ഇദ്ദേഹം അവിടെ മുട്ടുകുത്തി ക്രിസ്ത്യാനികൾ നിൽക്കുന്ന പോലെ നിൽക്കുകയും പിന്നീട് കുനിയുകയും മറ്റുള്ളവരൊക്കെ എണീറ്റതിന് ശേഷം എണീക്കുകയും അവർ കുനിയുമ്പോൾ പിന്നാലെ കുനിയൊക്കെ ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു അരോചകമുണ്ടായിരുന്നു. അതൊരു പക്ഷേ അവരുടെ മതവികാരം വ്രണപ്പെട്ടു, അല്ലെങ്കിൽ തങ്ങളെ അപമാനിക്കുന്ന തരത്തിലായിപ്പോയി എന്ന് ഒരു സംഘടനയ്ക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത്. പക്ഷേ ഇതിൽ വിജയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം നിന്ന് ഇഫ്താർ പങ്കെടുക്കുന്നു എന്നൊക്കെ വെച്ചുകൊണ്ട് ഇത്തരം ഒരു കോപ്രായത്തിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു പ്രാക്ടീസിങ് മുസ്ലിം അല്ല, അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അവരുടെ കൂടെ പങ്കെടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, അത്രമാത്രം ചെയ്താൽ മതിയായിരുന്നു. അതിനപ്പുറം അവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകൾ അറബിയിലാണ്. അത് അദ്ദേഹത്തിന് അറിയില്ല എന്താണ് ചൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് ഏത് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു അത് അങ്ങോട്ട് മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവരുടെ കൂടെ പോയി നിന്ന് അവർ ചെയ്യുന്ന പോലെ അനുകരിക്കാൻ നോക്കിയതാണ് അദ്ദേഹത്തിന് ശരിക്കും പണിയായത്. സ്വാഭാവികമായിട്ടും അന്ന് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഇത് വെച്ചിട്ട് അദ്ദേഹത്തിനെ വിമർശിച്ചിരുന്നു. അപ്പോൾ ചിലരൊക്കെ ഇതൊക്കെയാണ് വലിയ മതേതരത്വം കണ്ടത്, തമിഴ്നാട് മാതൃക എന്നൊക്കെ പറയാം. പക്ഷേ സത്യത്തിൽ അത് ഇതൊന്നുമില്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾക്ക് അതൊരു കോമാളിത്തരം മാത്രമായിട്ടാണ് തോന്നുന്നത്. നമുക്കൊരു അറിവില്ലാത്തൊരു കാര്യമാണ്. അതിപ്പം മുസ്ലിമിന്റെ കാര്യമല്ല, ഹിന്ദുവിന്റെ ആണെങ്കിലും ശരി, ക്രിസ്ത്യാനി ആണെങ്കിലും ശരി, ഇനി പഞ്ചാബിയുടെ ആണെങ്കിലും ശരി, നമുക്ക് അറിവില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ മാറി നിൽക്കുക, അത് പങ്കെടുക്കുക, മനസ്സുകൊണ്ട് പങ്കെടുക്കുക. നമുക്കറിയില്ല അവരെന്താ ചെയ്യുന്നത്. ഇപ്പൊ കുരിശ് വരയ്ക്കാൻ അറിയാത്ത ഒരാള് പള്ളിയിൽ കയറിയിട്ട് മറ്റുള്ളവർ കുരിശ് വരയ്ക്കുന്നതിന്റെ ഒപ്പം അല്ലെങ്കിൽ അവരെ നോക്കിക്കൊണ്ട് അത് അനുകരിക്കാൻ നോക്കുമ്പോൾ അത് വികൃതമായിട്ട് മാറും. അത് കണ്ടെങ്കിലും അറിയാവുന്നവരായിരിക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ. അതുപോലെ ക്ഷേത്രത്തിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കണമെന്ന് അറിയാത്ത ആള് ക്ഷേത്രത്തിന്റെ മുന്നിൽ പോയി ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ നിന്ന് കൈകൂപ്പി നിൽക്കുമ്പോൾ ഒരാൾ താഴെ മുട്ടും കുത്തി കുരിശ് വരച്ച് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയായി പോയി ഇദ്ദേഹം ഇവിടെ കാണിച്ചത്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ തമിഴ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ ഈ മുസ്ലിം സംഘടന അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത്. ചിലരൊക്കെ പറയുന്നുണ്ട് നന്നായി പോയി, അയാൾക്കൊരെണ്ണം കിട്ടേണ്ടതായിരുന്നു എന്ന്. അങ്ങനെയല്ല, എനിക്ക് പറയാനുള്ളത് നമുക്കറിയാത്ത ഒരു കാര്യം നമ്മൾ അവരുടെ കൂടെ പങ്കെടുക്കുക, ഭക്ഷണം കഴിക്കുക, അവരുടെ ആചാരങ്ങളിലൊക്കെ മനസ്സുകൊണ്ട് പങ്കെടുക്കുക. അതിനപ്പുറം നമ്മൾ അതിലൊരു പ്രകടന പരത കാണിക്കുമ്പോൾ ഉണ്ടല്ലോ അത് കയ്യിൽ നിന്ന് വിട്ടു. അതാണ് ഇവിടെ. അപ്പോൾ അതിൽ ഇദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ വാസ്തവമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ശരിക്കും കേസ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നമ്മുടെ യോജിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും പറയുകയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ വിജയ്ക്ക് വേണമെങ്കിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാമായിരുന്നു. അവിടെ വന്നതിന് ശേഷം മാറി നിൽക്കായിരുന്നു. കാരണം ഇവരിൽ പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് വിജയുടെ നിസ്കാരവും കാര്യങ്ങളും ആണെന്ന് പറയുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ വിജയ്ക്ക് അത് മാറി നിന്ന് കണ്ട് മനസ്സിലാക്കാമായിരുന്നു. അതിനുശേഷം അവർക്കൊപ്പം ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിയായിരുന്നു, ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിയാമായിരുന്നു. പക്ഷേ എന്നാൽ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹം ഇതിലൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാത്തതാണെങ്കിൽ പോലും അത് ചെയ്തത് അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ ചെയ്തല്ലോ എന്ന രീതിയിൽ അത് പോസിറ്റീവായിട്ട് എടുത്താൽ തീരാവുന്ന കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയായതും ഇത്രയും വലിയ നെഗറ്റീവ് അതിലേക്ക് വരുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരുടെയും മാനസികാവസ്ഥ ഒരുപോലെ അല്ലല്ലോ. കൂടുതലും ഈ ഒരു വിഷയം വന്നതിൻ്റെ കാര്യം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇതെങ്ങും പെരളാതെ ഇങ്ങനെ അങ്ങ് പോയേനെ. കാരണം ഇവർ തന്നെ പറയുന്നുണ്ട്, ഈ പുള്ളിക്കാരൻ ഇന്ന് ആദ്യമായിട്ടൊന്നും അല്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നതും ഒറ്റ ദിവസത്തെ വ്രതം നിന്ന് ഇതുപോലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതൊക്കെ ഇതിന് മുമ്പും ചെയ്തിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയാൻ ഞാൻ ആളല്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങളിൽ നിന്ന് വേണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഞാനും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.